നമസ്കാരം, ഞാൻ ഡോക്ടർ സോഫിയ സലീം, പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആണ്. വേൾഡ് ന്യൂമോണിയ ഡേ അനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. വേൾഡ് ന്യൂമോണിയ ഡേ ആചരിക്കുന്നത് നവംബർ 12-നാണ്. ഈ ദിവസത്തിന്റെ പ്രസക്തി എന്തെന്ന് വെച്ചാൽ, ലോകാകമാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുട്ടികളിലെ മരണനിരക്ക് പ്രധാന കാരണം ന്യൂമോണിയാണ്. നമുക്ക് വേൾഡ് ഓവർ എടുത്തു നോക്കിയാൽ 2.5 മില്യൺ കുട്ടികൾ മാത്രമല്ല അഡൽട്സും ന്യൂമോണിയ കാരണം മരണപ്പെടുന്നുണ്ട്. ഈ 2.5 മില്യണില് ഏതാണ്ട് 60 ലക്ഷത്തോളം കൊച്ചുകുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മരണപ്പെടുന്നത്. അപ്പം ഈ ഒരു അലാമിംഗ് റേറ്റ് ഓഫ് ഡെത്ത്സ്, ചൈൽഡ് ഡെത്ത്സ്, അതുകൊണ്ട് പല കുട്ടികളുടെ ആരോഗ്യ സംഘടനകളും ഇതില് ഒരു കൺസേൺ ഉണ്ടാവുകയും അവര് ഈ ഒരു ന്യൂമോണിയയെ പറ്റി ഒരു അവലോകനം ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് നവംബർ 12 വേൾഡ് ന്യൂമോണിയ ഡേ ആയിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ആദ്യത്തെ വേൾഡ് ഫസ്റ്റ് ന്യൂമോണിയ ഡേ 2009-ലാണ് ആചരിച്ചത്. അപ്പം അതിന് ശേഷം എല്ലാ വർഷവും ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് പല പല പ്രോഗ്രാംസും നമ്മൾ ഈ നവംബർ 12-നോടനുബന്ധിച്ച് ചെയ്യാറുണ്ട്. അപ്പം ഈ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുവല്ലോ, മറ്റ് നമ്മുടെ മലേറിയ, അല്ലാതെ കണ്ടേജിയസ് ഡിസീസ്, മീസിൽസ് എല്ലാം കൂടെ കളക്റ്റീവായിട്ട് അവരുടെ ഡെത്ത്സ് എടുത്തു നോക്കുമ്പോൾ അതിലുപരി വളരെ അധികമാണ് ന്യൂമോണിയ കൊണ്ടുള്ള മരണം. ഈ ന്യൂമോണിയ ബാധിക്കുന്നത് യൂഷ്വലി എക്സ്ട്രീംസ് ഓഫ് ഏജിലുള്ളവരെയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളും 65 വയസ്സിന് മുകളിലുള്ള വയോധികരെയും പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്, ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തവരെയുമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് എന്താണ് ഇവർക്ക് ന്യൂമോണിയ ഇൻസിഡൻസ് അധികമെന്ന് ചോദിച്ചാൽ 2-3 കാരണങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, അവരുടെ കുട്ടികളിലാണെങ്കിൽ അവരുടെ ലങ് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം ഈ ശ്വാസനാളികളെല്ലാം വളരെ എന്ന് വെച്ചാൽ അതിന്റെ വ്യാസം കുറഞ്ഞതാണ്. അതുകൊണ്ട് കഫം ഒക്കെ വേഗം നിറയുകയും കഫം എക്സ്പെൽ ചെയ്യാൻ പ്രയാസം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പ്രധാനമായിട്ടൊരു കാര്യം, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. അപ്പം ഇത് രണ്ടുമാണ് കുട്ടികളിൽ ന്യൂമോണിയ വരാനായിട്ട് ചാൻസ്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പോഷക ആഹാര കുറവ് ഉള്ള കുട്ടികളിലും നമ്മൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ നമുക്ക് വികസനം കുറഞ്ഞ രാജ്യങ്ങളിലുമാണ് അവരുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് പോർ ആയതുകൊണ്ടാണ് ഇവരിൽ ഇങ്ങനെയുള്ള കുട്ടികളിലും ന്യൂമോണിയയുടെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. ഈ ന്യൂമോണിയ കൊണ്ടുള്ള മരണം നമ്മൾക്ക് തീർച്ചയായിട്ടും അവോയ്ഡബിൾ ആണ്. കാരണം ന്യൂമോണിയ ചെറുക്കാനുള്ളതും ഏർലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്താൽ മാറുന്ന ഒരു അസുഖം ആയെന്നിരിക്കെ ഇതിന്റെ മരണനിരക്ക് ഒരുപാട് കൂടുന്നതിലാണ് നമുക്ക് കൺസേൺ. ഇപ്പം വയോജനങ്ങളിലാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വീൻ ഓഫ് ചെയ്ത് നമുക്ക് കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് പല അസുഖങ്ങളും, കോമോബിഡിറ്റീസ് കൂടുതൽ കാണും. ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ്, ലങ് ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് ന്യൂമോണിയ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇവർക്ക് ആണുങ്ങളിലാണെങ്കിൽ ഇവർക്ക് സ്മോക്കിംഗ് ഒരു ഹൈ റിസ്ക് ഫാക്ടറാണ്. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക്, നമുക്ക് ഏർബൻ ഏരിയാസിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ പൊള്യൂട്ടഡ് എൻവയറമെന്റിൽ താമസിക്കുന്നവർക്കും ഒരുപാട് ചാൻസ് സാധാരണ ആൾക്കാര് കാട്ടി ന്യൂമോണിയ ഉണ്ടാകാനായിട്ട് റിസ്ക് കൂടുതലാണ്. അപ്പം സാധാരണയായി ന്യൂമോണിയ ബാധിക്കാൻ കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ, പിന്നെ മറ്റ് റിക്കറ്റ്സിയൽ, ഫംഗസ്, അങ്ങനെ പല പല ഓർഗാനിസംസ് നമുക്ക് ന്യൂമോണിയ കോസ് ചെയ്യാം. ഇതിന് തീർച്ചയായിട്ടും കറക്റ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ട്രീറ്റ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ ഏജ്, സിവിയറിറ്റി ഓഫ് സിംറ്റംസ്, ഇതെല്ലാം അവരുടെ കറന്റ് ഹെൽത്ത് കണ്ടീഷൻ, ഇതെല്ലാം ബേസ് ചെയ്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ടീരിയൽ ന്യൂമോണിയയ്ക്ക് നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ഈ ആന്റിബയോട്ടിക് കൊടുക്കുന്നത് പ്രീവിയസ് അവരുടെ പേഷ്യന്റ് ഹെൽത്ത് കണ്ടീഷനും സിവിയറിറ്റിയും അതിന്റെ സ്റ്റേജ് ഓഫ് ന്യൂമോണിയയ്ക്കും അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇപ്പം കോമൺ ആയിട്ട് വന്നത്, നേരത്തെ നമുക്കൊരു കോവിഡ് എപ്പിഡമിക് വന്നിട്ട് പോയി. കോവിഡും ന്യൂമോണിയാണ് കോസ് ചെയ്തത്. ഇതുപോലെ വൈറൽ ഇൻഫെക്ഷൻസ് നമുക്ക് വൈറൽ ന്യൂമോണിയ കോസ് ചെയ്യാം. H1N1, H3N2, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് എന്നീ വൈറസുകൾ ഇപ്പം നമുക്ക് ന്യൂമോണിയ കോസ് ചെയ്യുകയും മരണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കറന്റ്ലി അങ്ങനെ ഒരു വൈറൽ എപ്പിഡമിക് ഉണ്ട് ന്യൂമോണിയ കോസ് ചെയ്തത്.
ഇതല്ലാതെ നമുക്ക് ഫംഗസും പിന്നെ റിക്കറ്റ്സും ബാക്കി അങ്ങനത്തെ TB ബാക്ടീരിയയും കോസ് ചെയ്യുന്ന ഒരു തരം ന്യൂമോണിയാണ്. അപ്പം ഈ പല പല ഓർഗാനിസംസും നമുക്ക് ന്യൂമോണിയ ഉണ്ടാക്കാം. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂമോണിയയുടെ കാരണഹേതുവായിട്ടുള്ള ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച് അതിനെ അഗെയിൻസ്റ്റ് ട്രീറ്റ് ചെയ്തതാണ്. അപ്പം അതിന്റെ കൂട്ടത്തിൽ ആന്റിബയോട്ടിക് കൊടുക്കുന്നതിൽ അതിന്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂമോണിയയുടെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കഫം വന്ന് നമുക്ക് ഈ ന്യൂമോണിയ ആയിട്ടുള്ള ഭാഗം പഴുപ്പ് നിറഞ്ഞിരിക്കും. അപ്പം ഇതിന്റെ കഫം ഡ്രെയിൻ ചെയ്യുക. പിന്നെ ഈ സിവിയർ ആയിട്ട് ന്യൂമോണിയ ഉള്ളവർക്ക് ശ്വാസതടസ്സം ഉണ്ടാവാം. അതിന്റെ കൂട്ടത്തില് ഈ പഴുപ്പ് വന്ന് കെട്ടി പിന്നെ അതിന് ഡ്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പം ഇത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൊടുക്കുക, നെബുലൈസേഷന് ഒക്കെ കൊടുക്കുക, ശ്വാസനാളം ഇത്തിരി വികസിച്ച് ഈ കഫമൊക്കെ എക്സ്പെൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്സിജൻ വേണ്ടവർക്ക് ഓക്സിജൻ കൊടുക്കുക, പിന്നെ പ്രോപ്പർ ന്യൂട്രീഷൻ സപ്പോർട്ട്, ഇതൊക്കെയാണ് നമുക്ക് പേഷ്യന്റിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ന്യൂമോണിയയുടെ പ്രിവെൻഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. ന്യൂമോണിയയുടെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് നമ്മുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് പോഷകാഹാരക്കുറവാണ് പിന്നെ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ പ്രധാനമായിട്ടുള്ള ന്യൂമോണിയ വരാനും ന്യൂമോണിയ കാരണമുള്ള മരണനിരക്ക് കൂടാനുള്ള കാരണം. അപ്പൊ നമ്മളുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യുക, പ്രോപ്പറായിട്ട് ധാരാളം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. പിന്നെ വാക്സിനേഷൻ എടുക്കുക. വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫ്ലുവൻസ വൈറസിന് അഗെയിൻസ്റ്റും ന്യൂമോണിയ ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റും ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബിക്ക് അഗെയിൻസ്റ്റും നമുക്ക് വാക്സിനേഷൻസ് ഉണ്ട്. അപ്പം കുട്ടികളിൽ ഈ 3 വാക്സിനേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഡൽട്ട് വാക്സിനേഷൻ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് വാക്സിനേഷൻ ഈ 3 വാക്സിനേഷൻ കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോണിയയുടെ വാക്സിൻ. ന്യൂമോണിയ നേരത്തെ 2 വാക്സിൻ ആയിരുന്നു. ഇപ്പോൾ ന്യൂമോണിയയ്ക്ക് 1 വാക്സിൻ എടുത്താൽ മതിയാകും 65 വയസ്സിന് ശേഷം. പിന്നെ നമുക്ക് മറ്റു അനുബന്ധ ഡിസീസസിന് അഗെയിൻസ്റ്റ് ഒക്കെ നമുക്ക് ഈ ഹെർപ്പീസ് വൈറസ് അതിനൊക്കെ അഗെയിൻസ്റ്റ് നമുക്ക് വാക്സിനേഷൻ എടുക്കാം. കാരണം എന്ത് ഇൻഫെക്ഷൻ വന്നാലും നമുക്കത് ന്യൂമോണിയ ആയിട്ട് പര്യവസാനിക്കാനായിട്ട് ഒരു നല്ല ചാൻസ് ഉണ്ട്. എല്ലാത്തിനും ഉപരി നമ്മളുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് അഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ നമ്മുടെ ഇപ്പം നമുക്ക് ഓർഗനൈസേഷനും ഒക്കെ കൊണ്ട് നമുക്ക് ഒരു പൊള്യൂട്ടഡ് എൻവയറമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഓരോരുത്തർക്കും ഈ പൊല്യൂഷൻ പ്രിവെൻഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ പബ്ലിക് ഒരു ഹെൽത്ത് കൺസേൺ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. പൊല്യൂഷൻ കാരണം നമുക്ക് പല ശ്വാസകോശ രോഗങ്ങളും വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ന്യൂമോണിയ വന്നാൽ അതിന്റെ മരണനിരക്ക് കൂടാനും അത് സിവിയറിറ്റിയിലോട്ട് പോയിട്ട് മരണനിരക്ക് കൂടാനും ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഓരോരുത്തർക്കും നമ്മുടെ എൻവയറമെന്റൽ പൊല്യൂഷൻ, നമുക്ക് അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ഓരോ ഇൻഡിവിജ്വലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്.